ഓപ്പറേഷൻ നുങ്ഘോറിൽ പരിശോധന ശക്തമായതോടെ ഉടമകൾ വാഹനങ്ങളുടെ രൂപം മാറ്റുന്നതായി കസ്റ്റംസ്. വാഹനത്തിന്റെ ഉടമകൾ നിറവും നമ്പർ പ്ലേറ്റും മാറ്റിയതായാണ് സംശയിക്കുന്നത്. വാഹനങ്ങൾ സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് കടത്താനും ശ്രമം നടക്കുന്നുവെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ചെക്ക് പോസ്റ്റുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസിൽ മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരി കസ്റ്റംസിന് മുന്നിൽ ഹാജരാകും. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, എന്തായാലും ഓപ്പറേഷൻ നുങ്ഘോറിന്റെ ഭാഗമായിട്ടുള്ള പരിശോധന കൂടുതൽ ശക്തമാകുന്നു. പക്ഷേ ഇവിടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ആരാണ് ഈ ഭൂട്ടാൻ വാഹന തട്ടിപ്പിൻ്റെ മുഖ്യ സൂത്രധാരൻ? ഇത് കണ്ടെത്താൻ കസ്റ്റംസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം മറ്റ് ദേശീയ അന്വേഷണ ഏജൻസികളുടെ നടപടികൾ എങ്ങനെ നീങ്ങുന്നു? ഈ മാഹിൻ അൻസാരിക്ക് ഈ കേസിലുള്ള പങ്കെന്താണ്? ടോമ, ഏറ്റവും പുതുതായി കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത് മാഹിൻ അൻസാരിയെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നു എന്നതാണ്. മാഹിൻ അൻസാരി കസ്റ്റംസിന് മുന്നിൽ ഹാജരായി. ഇന്ന് ഹാജരാകാനായിരുന്നു അയാളോട് നിർദ്ദേശിച്ചിരുന്നത്. ഈ കേസിൽ പ്രധാനമായും കസ്റ്റംസ് അന്വേഷിക്കുന്നത് എങ്ങനെയാണ് ഈ ഭൂട്ടാൻ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്, അത് എങ്ങനെയാണ് ഈ വ്യാജരേഖകളടക്കം നിർമ്മിച്ചുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് വിൽക്കാൻ സാധിക്കുന്നത്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉപഭോക്താക്കളെ കണ്ടെത്താനായിട്ടെല്ലാം തന്നെ സാധിക്കുന്നത് എങ്ങനെയാണെന്നാണ് കസ്റ്റംസിനെ കുഴക്കുന്ന ചോദ്യം. ഒരുപക്ഷെ ഇതിൽ കൃത്യമായൊരു ഉത്തരത്തിലേക്ക് എത്താൻ മാഹിൻ അൻസാരിയുടെ ചോദ്യം ചെയ്യലിലൂടെ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഓണർ എന്ന് പറയാവുന്ന ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം വന്നിരിക്കുന്ന ഒരു കേസാണ് ഈ കഴിഞ്ഞ ദിവസം ലാൻഡ് ക്രൂയിസർ കസ്റ്റഡിയിലെടുത്തത്. 92 മോഡൽ ലാൻഡ് ക്രൂയിസർ അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അസം സ്വദേശിയുടെ പേരിലായിരുന്നു അതിൻ്റെ RC ബുക്ക്. എന്നാൽ അതിൻ്റെ 2012 ഇവിടേക്ക് രജിസ്ട്രേഷൻ നടക്കുന്നത്. ഇതിൻ്റെ ചേസ് നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു മൂവാറ്റുപുഴ സ്വദേശിയായ മാഹിൻ അൻസാരിയുടേതാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ RC ബുക്ക് അടക്കം നിർമ്മിക്കണമെങ്കിൽ, അത് ഇവിടേക്ക് എത്തിക്കണമെങ്കിൽ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഇടപെടലെല്ലാം തന്നെ ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ കാറ് ഇവിടുത്തെ ഈ ഗാരേജിലേക്ക് കൊണ്ടുവരികയും ഇതിന് നിറം മാറ്റണം, രൂപം മാറ്റണം എന്നെല്ലാം ആവശ്യമുന്നയിക്കുകയും ചെയ്തത്. RC ബുക്ക് കാണിച്ചു കൊടുക്കുകയും അത് രൂപം മാറ്റാനുള്ള കാര്യങ്ങളിലേക്ക് വേണ്ടി അപേക്ഷ നൽകി എല്ലാം തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കസ്റ്റംസ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇങ്ങനെ ഈ രീതിയിൽ നിയമവിരുദ്ധമായി വാഹനങ്ങൾ കൈവശപ്പെടുത്തിയവർ അവർ ഇതിനകം തന്നെ അത് മറ്റു രീതിയിലേക്ക് കടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ അത് പൊളിച്ച പാർട്സുകളായിട്ട് വിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്താം. അത് ഒരുപക്ഷെ കേരളത്തിന് പുറത്താകാം. അതുകൊണ്ട് സ്വാഭാവികമായും സംസ്ഥാനത്തിന് പുറത്തേക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് ഇപ്പോൾ കസ്റ്റംസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം, ഇവർക്ക് ഏതാണ്ട് 188ഓളം വാഹനങ്ങൾ ഈ രീതിയിലേക്ക് കടത്തിയിട്ടുണ്ടെന്ന് കരുതുന്നു. പക്ഷേ അതിൽ വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റു വാഹനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ കൂടിയും അത് പുറത്തേക്ക് കടത്താനുള്ള സാധ്യത കൂടുതലാണ്. ചെക്ക് പോസ്റ്റുകളിൽ കൂടുതൽ കരുതൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാഹനങ്ങൾ സംബന്ധിച്ച് ഏകദേശമുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. പലതും ഈ വിൻറ്റേജ് മോഡലുള്ള വാഹനങ്ങളെല്ലാം തന്നെ ഇതുണ്ട്. അപ്പോൾ ഇത്തരം വാഹനങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ പ്രത്യേകമായി അതിനെ നിരീക്ഷിക്കണം, അതിന് പരിശോധനകൾക്ക് വിധേയമാക്കണമെന്നതെല്ലാം തന്നെയുള്ളൊരു നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പല വാഹനങ്ങളെക്കുറിച്ചും ഒരറിവും ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഉദാഹരണത്തിന് ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ വാഹനങ്ങൾ, 2 വാഹനങ്ങൾ നിസാൻ പെട്രോൾ സീരീസിൽപ്പെടുന്ന 2 വാഹനങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിന് വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് മറ്റു പലർക്കായിട്ട് ഈ സംസ്ഥാനത്ത് വിറ്റിട്ട് എന്ന് പറയുന്ന വാഹനങ്ങളുടെ വിശദാംശങ്ങൾ അന്വേഷിക്കുകയാണ്. ഇന്ന് പലരും അവരുടെ പക്കലുള്ള വാഹനങ്ങളുടെ രേഖകളുമായിട്ട് കസ്റ്റംസ് ഓഫീസിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ കേസിൽ നടൻ അമിത് ചക്കാലക്കലിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം കസ്റ്റംസ് സംശയിക്കുന്ന ഒരു കാര്യം, അമിത്തിന് വലിയ രീതിയിൽ തന്നെ ഇതിലൊരു ഇടപെടൽ ഉണ്ട്, മറ്റ് ആളുകളുമായിട്ട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് കുറേയെങ്കിലും വിവരങ്ങൾ ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. അമിത് ഇക്കാര്യത്തിൽ വിശദീകരണം നടത്തിയിട്ടുണ്ട്. തനിക്ക് മറ്റ് ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പക്ഷേ ഈ വാഹന ഇടപാടുകാരെ പലരെയും തന്നെ അറിയാം. അത് തന്നെ വാഹനപ്രേമം കൊണ്ട് മാത്രമാണ് ഇത് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിന് ഏത് രീതിയിലുള്ള ഉത്തരം ഈ ചോദ്യം ചെയ്യലിന് താൻ വിധേയനാകാൻ തയ്യാറാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായും മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അമിത് ചക്കാലക്ക് വളരെ നിഷ്കളങ്കമായാണ് പ്രതികരിച്ചത്. തനിക്കിതേക്കുറിച്ച് യാതൊരു അറിവുമില്ല, ഈ ഒരു വാഹനം മാത്രമാണ് കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുള്ളത്, താൻ മദ്യപിക്കില്ല, മറ്റ് ദുശീലങ്ങളില്ല, ആകെയുള്ളൊരു ദുശീലം എന്ന് പറയുന്നത് വണ്ടിഭ്രാന്താണ്, ഇതാണ് തന്നെ കുടുക്കിയതെന്ന് പറയുന്നു. പക്ഷെ അതിനപ്പുറം ഈ അമിത് ചക്കാലക്കിനെതിരെ മറ്റെന്തെങ്കിലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ
കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ടോ? ടോം, ഇപ്പോൾ അന്വേഷണം അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലാണ്. അതുകൊണ്ട് കസ്റ്റംസ് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാക്കുന്നില്ല. പലരെയും ഇനി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അതിൽ അമിത് ചക്കാലക്കലും ഉൾപ്പെടും. അമിതിനോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ട് ഇന്നലെയും ഹാജരായിരുന്നു. ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അദ്ദേഹത്തെ അവിടെ നിന്ന് വിടുകയും ചെയ്തു. പക്ഷേ ഇതിൽ ഗ്യാരേജിൽ വന്നിരിക്കുന്ന വാഹനങ്ങൾ കൂടുതലും അമിതിൻ്റെ റെഫറൻസിൽ എത്തി എന്നത് സംശയത്തോടെയാണ് കസ്റ്റംസ് കാണുന്നത്. കാരണം അദ്ദേഹത്തിന് കോയമ്പത്തൂർ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അന്തർ സംസ്ഥാന വാഹന ഇടപാടുകാരുമായെല്ലാം നല്ല ബന്ധമുണ്ട്. അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. തനിക്ക് ഈ വാഹനപ്രേമം കൊണ്ട് പലരും തന്നെ ഇതിൻ്റെ ഓരോ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയെല്ലാം സമീപിക്കുമ്പോൾ താൻ അവർക്ക് സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കാറുണ്ടെന്ന് അയാൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ബന്ധമെന്ന് പറയുന്നു. പക്ഷേ കസ്റ്റംസ് അത്ര രീതിയിൽ അത് കാണുന്നില്ല. കാരണം ഈ വലിയ രീതിയിൽ ഈ അടുത്തിടെയാണ് വലിയ രീതിയിൽ വാഹനങ്ങളുടെ ഒരു വിപണി, ഇത്തരം ഒരു വിൻറ്റേജ് മോഡലാണെങ്കിൽ അല്ലാത്തതെല്ലാം വാഹനങ്ങളുടെ ഒരു വിപണി കേരളത്തിലേക്ക് സജീവമാവുന്നത്. അതും ആഡംബര വാഹനങ്ങൾ ഉൾപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് നടന്മാർക്ക് കൂടുതൽ ഒരു ഭ്രമം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ ഒരു ലിങ്ക്, പ്രധാനപ്പെട്ട ഒരു ലിങ്ക് ഒരു പക്ഷേ അമിതാകാമെന്നൊരു ധാരണ കസ്റ്റംസിനുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇയാളിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ കസ്റ്റംസ് ഇപ്പോൾ എത്തി നിൽക്കുന്നൊരു വലിയ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കാറുകൾ വലുതായൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന്. തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയ ചില വാഹനങ്ങൾ, അതിന് പലതിലും തന്നെ രേഖകൾ ഹാജരാക്കാൻ കഴിയുമെന്ന് ഉടമകൾ പറയുന്ന വാഹനങ്ങൾ ഇതിലെത്തി നിൽക്കുകയാണ് കസ്റ്റംസ്. ഇനിയിപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ വേണം. കോയമ്പത്തൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇടപാടുകാരിലേക്കും അന്വേഷണം നീങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അവരെയും തന്നെ വിളിച്ചു വരുത്താനുള്ള ഒരു സാധ്യതകളും എല്ലാം തന്നെ നിൽക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണങ്ങൾ നടക്കുകയാണ്. വലിയ രീതിയിലുള്ള വാഹന കള്ളക്കടത്ത് തന്നെ നടന്നിട്ടുണ്ട് എന്ന് കസ്റ്റംസ് പറയുമ്പോൾ കൂടുതൽ വാഹനങ്ങൾ ഇതിൽ കണ്ടെത്താൻ കഴിയാത്തതാണ് കസ്റ്റംസ് നേരിടുന്ന വലിയ പ്രതിസന്ധി. ടോം, തീർച്ചയായും ഡാനി, അതോടൊപ്പം ആരാണ് ഈ മാഹിൻ അൻസാരി എന്നൊരു ചോദ്യമുണ്ട്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഫസ്റ്റ് ഓണർ വാഹനം പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് മാഹിൻ അൻസാരി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഇയാളുടെ പങ്കെന്താണ്? ഈ കേസിൽ ഏതെങ്കിലും മുഖ്യ സൂത്രധാരനാണോ ഈ മാഹിൻ അൻസാരി? ടോം, ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. പക്ഷേ കസ്റ്റംസിന് ഇയാളിൽ നിന്ന് അറിയാനുള്ള വളരെ നിർണായകമായ കാര്യങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ ഈ അന്വേഷണത്തെ വലിയ രീതിയിൽ സഹായകരമാകുന്ന അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഇയാൾക്ക് നൽകാൻ കഴിയുമെന്ന് കസ്റ്റംസ് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇയാളൊരു ഫസ്റ്റ് ഓണർ എന്ന രീതിയിലാണ് ഇതിൽ വന്നിരിക്കുന്നത്. മറ്റാരും തന്നെ അങ്ങനെയുള്ള ഇതല്ല, പല രീതിയിൽ കൈമറിഞ്ഞ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇയാൾ എങ്ങനെ ഈ വാഹനം ഇവിടേക്ക് എത്തിച്ചു എന്നത് വലിയ ചോദ്യങ്ങളാണ്. കാരണം 92 അരുണാചലിൽ ഒരു വാഹനം രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. പിന്നീട് അത് ഇവിടേക്ക് വരുന്നു. അതുമാത്രവുമല്ല, അതിൽ കണ്ടെത്തിയ RC ബുക്ക് എന്ന് പറയുന്നത് അത് അസം സ്വദേശിയുടേതാവുന്നു. അപ്പോൾ തീർച്ചയായും അതിൽ ഒരു വ്യാജ നിർമ്മിതി അതിലുണ്ട്. അതിന് ഉത്തരം പറയണം. അതോടൊപ്പം തന്നെ ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. ആരാണ് സഹായിച്ചത് എന്ന നിർണായകമായ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ഇയാൾക്ക് കഴിയണം. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ വളരെ ഒരു കീമാൻ എന്ന രീതിയിൽ തന്നെയാണ് ഇയാളെ കസ്റ്റംസ് നിരീക്ഷിക്കുകയും ചെയ്യുന്നത്. ഇയാളോട് വരാൻ ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്യുന്നത്. അയാൾക്ക് എന്ത് പറയാനുണ്ട് എന്നത് ഈ അന്വേഷണത്തിൻ്റെ ഗതിവിഗതികളെ കാര്യമായി തന്നെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അയാൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുമെന്ന് തന്നെ കസ്റ്റംസ് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇയാൾ ഹാജരായിരിക്കുന്നു. അയാളുടെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ തുടരുകയാണ്. ഇതിൽ എന്ത് രേഖകളാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ഹാജരാക്കിയത് എന്നതെല്ലാം തന്നെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ഈ RC ബുക്ക് വ്യാജ നിർമ്മിതിയാണ് എന്ന് പറയുമ്പോൾ ഇതിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകളും കാര്യങ്ങളും എല്ലാം തന്നെ നടന്നിട്ടുണ്ട്. അതിനെല്ലാം ഒരു ഉത്തരം എന്ന രീതിയിലാണ് ഈ ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടക്കുന്നത്. ടോം, യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.